ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി മെർജ് ചെയ്ത് സ്വാതന്ത്ര്യദിനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ചോദ്യം. അതിന്റെ ഉത്തരം ആരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. അതിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. അതായത് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജയപ്രകാശ് നാരായണൻ. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉത്തരം സിമ്പിൾ ആണ്. ക്ലെമന്റ് ആറ്റ്ലി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ചോദ്യം നമ്പർ 3: കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ്? കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതെന്ന്? ഉത്തരം 1942 ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പാസാക്കിയത് കോൺഗ്രസ് ആണ്. പാസാക്കിയ തീയതി അറിഞ്ഞിരിക്കുക: 1942 ആഗസ്റ്റ് 8 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്? ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഓർത്തിരിക്കുക, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942 ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോഴുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആണ്. വർഷം 1947. വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഓഗസ്റ്റ് വിപ്ലവം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി വിപ്ലവം എന്നൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം: സാരേ ജഹാൻ സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാൻ സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യമാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് പേര് നൽകിയത് ആരാണ്? ഉത്തരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ഗാന്ധിജിയാണ്. വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരെല്ലാമാണ്? ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇവർ രണ്ടുപേരും ചേർന്നാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. പാർട്ടിയുടെ പേര് ഓർത്തിരിക്കുക, സ്വരാജ് പാർട്ടി എന്നാണ്. രൂപീകരിച്ച വർഷം 1923. രൂപീകരിച്ചത് ആരെല്ലാമാണ്? CR ദാസും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവും. നെഹ്റുവിന്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. CR ദാസ് ആണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇത്തരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ചിലപ്പോൾ ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാറുണ്ട്.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ കെ ബി മേനോൻ ആണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കുക. ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 11ാമത്തെ ചോദ്യം ഇതാണ്: മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇതിന്റെ ഉത്തരവും ഡോക്ടർ കെ ബി മേനോൻ തന്നെയാണ്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോൻ തന്നെയായിരുന്നു കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 12: ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ തീയതി ഏതാണ്? ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയതെന്ന്? ഉത്തരം 1931 മാർച്ച് 23. 1931 മാർച്ച് 23-നെയാണ് ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. വളരെ പ്രധാനപ്പെട്ട തീയതിയാണ്, ഓർത്തിരിക്കുക. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-ന്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം: അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു രചിച്ച പ്രശസ്തമായ പുസ്തകം ഏതാണ്? ഉത്തരം ഡിസ്കവറി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്നാണ് അതിന്റെ മലയാളം. ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ നെഹ്റു ഏത് ജയിലിൽ കഴിയുമ്പോഴാണ് രചിച്ചത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം അഹമ്മദ് നഗർ കോട്ട എന്ന ജയിലാണ്. നമ്മൾ സ്വദേശ് മെഗാ ക്വിസിൽ മറ്റൊരു കാര്യം കൂടി പഠിച്ചിരുന്നു. നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച ജയിൽ കൂടിയാണ് അഹമ്മദ് നഗർ കോട്ട. അതുകൊണ്ട് തന്നെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷയായ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം ആനി ബസന്റ്. വർഷം 1917. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായാണ് ഒരു വനിത അധ്യക്ഷയാവുന്നത്. അത് ആനി ബസന്റ് ആണ്. ഇതേ ആനി ബസന്റ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകിനെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം. ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കും. മുമ്പുള്ള ഒരു സ്വദേശ് മെഗാ ക്വിസിന്റെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തതാണ്. ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ പേര് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ലോർഡ് ലിൻലിത്കോ അല്ലെങ്കിൽ ലിൻലിത്കോ പ്രഭു ആണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സ് ഇവരൊക്കെയാണ്: ഷാരോൺ, അതുപോലെ തന്നെ ഹസാനുൽ ബന്ന, ആർദ്ര ബാലൻ, ഐറ എ അർജുൻ, നക്ഷത്ര കെ, ദേവിക എസ്, ഇഷൽ ഫാത്തിമ, അതുപോലെ തന്നെ നൈനിക, ആയിഷ, നാഹ, അവസാനമായി അനഘ. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഇൻഡിപെൻഡൻസ് ഡേയിലെ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരവും ഇതുപോലെ നിങ്ങളുടെ പേരും നൽകുക. ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ധാരാളം വീഡിയോസും അതുപോലെ തന്നെ ലൈവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലൈവും അതുപോലെ തന്നെ വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ലൈവുകൾ
ലൈവ് എല്ലാവരും കണ്ടു തീർക്കാൻ ശ്രമിക്കുക. കുറച്ച് ഡ്യൂറേഷൻ അധികമാണെങ്കിൽ കൂടി 2x ഇട്ടുകൊണ്ട് ആ ഒരു ലൈവ് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലൈവുകളുടെ കറക്റ്റ് ആയിട്ടുള്ള സമയം അറിയണമെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈവിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.